ഹായ്, വെൽക്കം ടു ഡെയിലി ഫീസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാമെന്ന് കരുതുന്നത് ഉന്നക്കായാണ്. മലബാർ ഭാഗത്തോട്ടുള്ള പലഹാരമാണിത്. അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുത്ത ഏത്തപ്പഴം ആകരുത്, അതായത് ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങി ഒത്തിരി പോകാൻ പാടില്ല, എന്നാൽ പഴുത്തതായിരിക്കും വേണം. ഇനി ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് പുഴുങ്ങാനായിട്ട് വെക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് ഇതിൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ടതിന് ശേഷമാണ് പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. 2 രീതിയിലും ചെയ്യാം. പുഴുങ്ങിയതിന് ശേഷം കുരു എടുത്ത് കളയാം, അതല്ലെങ്കിൽ കുരു എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കുരു കളഞ്ഞിട്ട് വേവിച്ചുണ്ടാക്കുമ്പോഴാണ് ഉന്നക്കായ കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിന് നമുക്കൊന്ന് ആവിയിലൊരു 6-7 മിനിറ്റ് പുഴുങ്ങിയെടുക്കാം. ഇത് ആവിയിൽ പുഴുങ്ങണ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ തേങ്ങയുടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ, ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് പൊടിച്ചതാണ്. ഈ തേങ്ങ ഇത്രയൊന്ന് റോസ്റ്റ് ആയാൽ മാത്രം മതി, ഒത്തിരി അങ്ങോട്ട് ആവണ്ട. മധുരം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 3 ടേബിൾ സ്പൂൺ എന്നുള്ളത് 4 വേണേലും ആക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റ് ആവിയിൽ പുഴുങ്ങിയെടുത്താണ്. കറക്റ്റായിട്ടത് പുഴുങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഉന്നക്കായ എങ്ങനെയാണ് ഉരുട്ടിയെടുക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കിത് നമ്മൾ കുഴക്കട്ടയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഇതിനകത്തുനിന്ന് ഇതുപോലെ ഒരു കുഴി പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ അടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇതിൻ്റെ 2 അറ്റവും കുറച്ചൊന്ന് കോണാവുന്ന പോലെ ഉരുട്ടുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് ഉരുട്ടുമ്പം ഇങ്ങനെ ഈ ഒരു വിരലിൻ്റെ ഭാഗം നമ്മൾ ഈ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുക. അപ്പോൾ ആ അറ്റം ഇങ്ങനെ നല്ല കൂർത്തിട്ട് കറക്റ്റ് ഷേപ്പിന് നമുക്ക് കിട്ടും. ഇത് ഇങ്ങനെ വെച്ചിട്ട് വേണം ഉരുട്ടാൻ. അപ്പോൾ കറക്റ്റ് ഇതുപോലെ ഉന്നക്കായൻ്റെ ഷേപ്പ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഉന്നക്കായ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഒരു 15 ഉന്നക്കായ ഉണ്ട് 4 ഏത്തപ്പഴത്തിന്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇത് എണ്ണ ഒത്തിരി മുങ്ങിക്കിടന്ന് പൊരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കുക, തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇങ്ങനെ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇത്
എല്ലാ സൈഡും ഒന്ന് മുരിച്ചെടുക്കാം. ഏകദേശം ഈ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു മാറ്റാം. അടുത്ത റൗണ്ട് നമുക്കിതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി. താങ്ക് യു.